നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിലങ്ങാട് ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ഒരു കുടുംബത്തിന് വീട് കൈമാറി ഷാഫി പറമ്പിൽ എം.പി. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. വിലങ്ങാട് ദുരന്ത ബാധിതർക്ക് നമ്മൾ നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ത്രേസ്യാമ്മ ചേച്ചിക്കും കുടുംബത്തിന് നൽകുന്ന വീട് നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയെന്ന് എം.പി. അറിയിച്ചു. റിയാദിൽ താമസിക്കുന്ന കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ കോഴിക്കോടൻസ് റിയാദാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് കരുത്തു പകർന്നത്. കോഴിക്കോടൻസിലെ മുഴുവൻ അംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഇനിയൊരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 2 ആഴ്ചയ്ക്കകം കൈമാറുമെന്നും ഷാഫി പറമ്പിൽ എം.പി. വ്യക്തമാക്കി. അടുത്ത 6 വീടിന്റെ നിർമ്മാണ ഘട്ടത്തിനുള്ള 1ാം ഘട്ടം ഫണ്ട് കൈമാറുകയും ചെയ്തുവെന്നും ഷാഫി പറമ്പിൽ എം.പി. ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. 2024 ജൂലൈ 30-നാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഒരാൾ മരിച്ച ദുരന്തമാണ്. 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതെ മാറി. 100-ലേറെ ഇടങ്ങളിൽ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളാണ് വിലങ്ങാടുണ്ടായത്. വാണിമേൽ, നരിപ്പറ്റ പഞ്ചായത്തുകളിലെ നിരവധി സ്ഥലങ്ങളിൽ ഒരേ സമയം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് അന്ന് സംഭവിച്ചത്. ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിടുമ്പോഴും ദുരന്തബാധിതരോടൊപ്പം നിൽക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപമൊക്കെ തുടർന്ന് ഉണ്ടായി. വയനാടിന് നൽകുന്ന അതേ പരിഗണന വിലങ്ങാടിന് നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചത്. പക്ഷേ ദുരന്തബാധിതരുടെ പുനരധിവാസം അടക്കം എങ്ങും എത്താത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ കടം പോലും എഴുതിത്തള്ളാതെ സർക്കാർ അവഗണിച്ചു എന്ന ആക്ഷേപമൊക്കെ പിന്നാലെ ഉയരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിതർക്ക് മതിയായ പരിഗണന കിട്ടുന്നുണ്ട്. പക്ഷേ വിലങ്ങാട് ദുരിതബാധിതരെ കണ്ട ഭാവം നടിക്കാതെ പോലെയാണ് എന്നതടക്കമുള്ള ആക്ഷേപമൊക്കെ ഉയർന്നതാണ്. കല്ലാച്ചി വിലങ്ങാട് റോഡ് നവീകരണത്തിന് മാത്രമായിരുന്നു ബജറ്റിൽ തുച്ഛമായ തുക അനുവദിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നാശനഷ്ടമുണ്ടായി. നിരവധി പേർ ഭവനരഹിതരായി. ഒരാൾ മരിച്ചു. വിലങ്ങാട് മേഖലയിലെ കാർഷിക വായ്പകൾ കൂടി എഴുതി തള്ളുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അത്തരത്തിലൊരു നടപടിയും ഉണ്ടായില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ പിന്നീട് ഉയരുകയുണ്ടായി. പൊതുമേഖല സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത കർഷകർ എങ്ങനെ വായ്പ തിരിച്ചടയ്ക്കും? ആ ആശങ്ക കർഷകരെ വേട്ടയാടിയിരുന്നു. 100-ലധികം കുടുംബങ്ങൾ ദുരന്തത്തിനിരയായ ദുരന്തമായിരുന്നു വിലങ്ങാട് ഉരുൾപൊട്ടൽ. സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന്റെ ബലത്തിലായിരുന്നു കർഷകർ മുന്നോട്ട് പോയത്. പക്ഷേ എത്ര നാൾ ആ മൊറട്ടോറിയത്തിൽ പിടിച്ചു നിൽക്കാനാകും എന്നതും ഒരു ചോദ്യമായിരുന്നു. സർക്കാർ വലിയ രീതിയിൽ അവഗണിക്കുന്നു എന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. സർക്കാർ അവഗണനയിൽ വ്യാപാരികളും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ജീവനോപാധി നഷ്ടമായ കച്ചവടക്കാർക്ക് ബജറ്റിൽ ഇടം കിട്ടാത്ത സാഹചര്യം ഉണ്ടായത് വിലങ്ങാട് ദുരന്തബാധിതരെ വലിയ രീതിയിലാണ് ബാധിച്ചത്. അതിനിടയിൽ ദുരിതബാധിതർക്കുള്ള സഹായധന വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളുമായി കഴിഞ്ഞ 450 പേർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള 5000 രൂപ വീതം വിതരണം ചെയ്തിരുന്നു. ഇടയ്ക്ക് ദുരിതബാധിതർക്കായവർക്ക് 10,000 രൂപയായിരുന്നു സർക്കാരിന്റെ ധനസഹായം. ബാക്കിയുള്ള 5000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കിട്ടിയാൽ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിൽ പരമാവധി 2 പേർ എന്ന കണക്കിൽ ഒരാൾക്ക് ദിവസം 300 രൂപ വച്ച് ഒരു മാസത്തേക്കായിരുന്നു ധനസഹായം. ഇതിൽ 37 കുടുംബങ്ങൾക്ക്, അതായത് ഓരോ കുടുംബത്തിലും 2 പേർ വീതം ദിവസം 600 രൂപ വെച്ച് 6,60,000 രൂപയും, കട നഷ്ടപ്പെട്ട 3 പേർക്ക് ദിവസം 300 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 27,000 രൂപയും വിതരണം ചെയ്തു. ആകെ മൊത്തം 2,09,43,000 രൂപയാണ് വിലങ്ങാട് വിതരണം ചെയ്തത്. ഈ വിലങ്ങാട് ദുരന്ത ബാധിതരുടെ പ്രതികരണം ഒന്ന് നോക്കാം. 15 ലക്ഷം വീതം ദുരിതബാധിതർക്ക് തരുമെന്നാണ് പറഞ്ഞത്. 15 ലക്ഷം രൂപ കൊണ്ട് സ്ഥലമെടുത്തൊരു വീട് പണിയാൻ കഴിയില്ല എന്നതടക്കമുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. വയനാട് ദുരന്തത്തിൽ ടൗൺഷിപ്പ് വേണ്ടാത്തവർക്ക് പ്രഖ്യാപിച്ചതുപോലെ വിലങ്ങാട് ദുരന്ത ബാധിതർക്ക് 15 ലക്ഷം രൂപ വീതമാണ് പ്രഖ്യാപിച്ചത്. വയനാടിന് കിട്ടിയതുപോലെയുള്ള പരിഗണന വിലങ്ങാടിന് കിട്ടിയില്ലെന്ന പരാതി ആദ്യം മുതലുണ്ടായിരുന്നു. വിലങ്ങാടിന് വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ദുരന്ത ബാധിതർ ഇപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപയ്ക്ക് മറ്റൊരിടത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കാനാകില്ല എന്നായിരുന്നു ദുരിതബാധിതർ പറഞ്ഞത്. തൻ്റെ വീടുണ്ടായിരുന്ന പാനോ മഞ്ഞക്കുന്ന ഭാഗം വാസയോഗ്യമല്ല. നിലവിൽ 31 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. 15 ലക്ഷം വീതം ദുരിതബാധിതർക്ക് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 15 ലക്ഷം രൂപ കൊണ്ട് സ്ഥലമെടുത്തൊരു വീട് പണിയാൻ എന്തായാലും സാധിക്കില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് 10 സെന്റ് സ്ഥലം വാങ്ങാൻ തന്നെ 8 ലക്ഷത്തിനടുത്താകും. ബാക്കി പണം ഉപയോഗിച്ച് വീട് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണം അവിടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 217 കോടിയുടെ നഷ്ടമാണ് വിലങ്ങാട് ഉണ്ടായതെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. വീടുകൾ കൂടാതെ കടകളും കൃഷി സ്ഥലങ്ങളും
റോഡുകളും പാലങ്ങളും എല്ലാം നഷ്ടമായി. ഇതിലെല്ലാം സർക്കാർ സഹായം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ദുരിതബാധിതർ. വാണിമേൽ പഞ്ചായത്തിലെ 10-11 വാർഡുകളും നരിപ്പറ്റ പഞ്ചായത്തിലെ 3-ാം വാർഡും ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രദേശങ്ങൾ താമസയോഗ്യമല്ല എന്നും സർക്കാർ തന്നെ അറിയിച്ചിരുന്നു. 15 ലക്ഷം രൂപ കിട്ടിയാലും എവിടെയാണ് വീട് വയ്ക്കേണ്ടെന്ന കാര്യത്തിൽ പഞ്ചായത്തിന് മറുപടിയില്ല എന്നാണ് ഉരുൾപൊട്ടലിൽ വീടും കടയും നഷ്ടമായവർ പ്രതികരിച്ചത്. വാഗ്ദാനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്നും വയനാട്ടിലേതുപോലെ ടൗൺഷിപ്പ് വിലങ്ങാടിനില്ല എന്നും ഈ നാട്ടുകാരൊക്കെ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. വീട് നഷ്ടപ്പെട്ടവർക്ക് 15 ലക്ഷം രൂപ കിട്ടാനുള്ള സമ്മതപത്രം വില്ലേജിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതാണ്. 31 പേരാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 15 ലക്ഷം രൂപയിൽ തൃപ്തരല്ലെന്ന് പലരും സമ്മതപത്രത്തിൽ അറിയിച്ചിരുന്നു. ദുരന്ത ബാധിതരോടൊപ്പം നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. പഞ്ചായത്തിൽ വിളിച്ചാലും കൃത്യമായ മറുപടിയില്ല. പഞ്ചായത്തിൽ എവിടെയെല്ലാം വീട് വയ്ക്കാൻ കഴിയുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ആ ജനങ്ങൾ ഒരു ഘട്ടത്തിൽ നിന്നത്. 15 ലക്ഷം കിട്ടിയാൽ തന്നെ എവിടെ സ്ഥലം വാങ്ങുമെന്നോ എവിടെ വീട് വയ്ക്കുമെന്നോ അറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. ദുരിതാശ്വാസ നിധിയായി 15 ലക്ഷം രൂപ തരും, അതിന് സമ്മതമാണോ എന്ന് മാത്രമാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾക്കിത് പോരാ എന്ന് പറഞ്ഞതായിരുന്നു. താമസിക്കാൻ പറ്റാത്ത വീടുകൾ വിലങ്ങാടുണ്ട്. അതിൻ്റെ സർവേ എടുത്ത് എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ദുരന്തം സംഭവിച്ച വാണിമേൽ പഞ്ചായത്തിലെ 10-12 വാർഡുകളിൽ ഇനി വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. പഞ്ചായത്ത് ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല. നഷ്ടപരിഹാരം കിട്ടിയാലും പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം എവിടെ വീട് വയ്ക്കാമെന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണം ആ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളുണ്ടായിരുന്നു. നിരവധി പേർക്കാണ് വീട് നഷ്ടമായത്, നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. വീട് നഷ്ടമായവർക്ക് 15 ലക്ഷം രൂപ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിന് ശേഷം 31 പേരുടെ സമ്മതപത്രം വാങ്ങിവെച്ചതല്ലാതെ തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള ആക്ഷേപമൊക്കെ ഒരു ഘട്ടത്തിൽ ശക്തമായതാണ്. വില്ലേജ് ഓഫീസിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഇത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നും ദുരന്തബാധിതർ വ്യക്തമാക്കിയിരുന്നു. നിരവധി ആളുകൾ വാടക വീടുകളാണ്. ഇവരിലേറെ പേര് നഷ്ടപരിഹാര ലിസ്റ്റിൽ വന്നിട്ടില്ല. നഷ്ടപരിഹാരവും നിലവിൽ താമസിക്കുന്ന വീടിന്റെ വാടകയും കിട്ടാതെ സർക്കാർ സഹായങ്ങൾ പ്രതീക്ഷയർപ്പിച്ചു കഴിയുന്ന നിരവധി ആളുകളാണ് വിലങ്ങാടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അവരുടെ ഭാഗത്ത്, അവരുടെ പരാതികൾ, അവർക്കത് കിട്ടിയില്ല എന്നുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ ഉയർന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.